എന്താ ഒരു മഴ! പോയ ആളെയും കാണുന്നില്ലല്ലോ. എന്താ കഥ? പുറത്തേക്ക് എന്താ ഒരു മഴ! നല്ല തണുപ്പും. ഒരു ജ്യൂസ് കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് നിൽക്കുക. കേശവൻ പൊള്ളിപ്പോയേനെ. അതെ, ഇന്ന് രാത്രിയിലല്ലേ എത്താമെന്ന് പറഞ്ഞ സാധനം എത്തുക. അതെ, പൈസയൊക്കെ കയ്യിലുണ്ടല്ലോ അല്ലേ? കാപ്പിക്കുരു വിറ്റ കാശ് പോലും ഉണ്ട്. അത് മതി. പക്ഷേ ഒരു കാര്യം. എന്താ? ഇന്നത്തെ കാര്യം ഗോവിന്ദ. അതെന്താ? മോള് വിളിച്ചു. വല്ല തെറിയോ മറ്റോ? അതെന്നും കേൾക്കുന്നതല്ലേ. പിന്നെന്തിനാ വിളിച്ചത്? കുഞ്ഞിന് സുഖമില്ല, ആശുപത്രിയിലാ. എന്താ അസുഖം? ചൊറി. ചൊറി? എൻ്റെ മോൾ ഒരു മാസമായിട്ട് ആശുപത്രിയില്ല. എന്നിട്ട് ഞാൻ വന്നില്ലേ? അതേ, 4 പേരുണ്ടാവുന്നല്ലേ പറഞ്ഞിരുന്നത്? അതെ, എൻ്റെ വീതം ഞാൻ തരാം. വരുമ്പം കഥ പറഞ്ഞാ മതി. കഥയോ? കഥയല്ല, തൻ്റെ കഥയാ കഴിക്കുന്ന. പോവാ. ആളെ കാണുന്നില്ലല്ലോ. എന്താ മഴ! രാത്രി 11 കഴിഞ്ഞിരിക്കുന്നു. രാഘവനെ ഇതുവരെയും കാണുന്നില്ലല്ലോ. പറഞ്ഞതുപോലെ ചെയ്യുന്നവനാണോ രാഘവൻ? എന്താ ഒരു മഴ! കരണ്ടും പോയിരിക്കണു. രാഘവനെത്താൻ താമസിക്കുവാവൂ. പട്ടിക്കൊന്നും ഉറക്കോ ഇല്ല. കൊണ്ടുവന്നോ? ആരാ? മനസ്സിലായില്ല. ഞാനാ. ഇത്രയും നല്ല വെട്ടമുണ്ടായിട്ടും എന്നെ മനസ്സിലായില്ലേ? ഈ വെട്ടം പോരാ മുഖം കാണാൻ. പിന്നെ എന്നെ വിറയ്ക്കുന്നു. അത് സാരമില്ല, പുറത്ത് നല്ല മഴയല്ലേ, തണുപ്പിൻ്റെ ആയിരിക്കും. ഞാനൊന്ന് ചൂടാക്കാം. തണുപ്പ് മാറിക്കൊള്ളും. ഇത്രയും ചൂടാക്കണ്ടായിരുന്നു. കോതമംഗലം കരിഞ്ഞു പോയി. എന്നെ വിറയ്ക്കുന്നു. എന്തിന്? ഞാനിതൊക്കെ ആദ്യമായിട്ടല്ലേ. ഇതൊക്കെ ആരും ചെയ്യാത്ത പോലെ. അതല്ല, പിന്നെ ഈ വയസ്സാം കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്തെന്നറിഞ്ഞാൽ നാണക്കേടല്ലേ? എന്ത് നാണക്കേടെന്നാ പറയുന്നേ? ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാ. മറ്റവൻ വന്നിരുന്നു. ആര്? കേശവനോ? ശവി. എന്നിട്ട് എന്തു പറഞ്ഞു? അവൻ്റെ കുട്ടിക്കസുഖമാണത്രേ. എന്താണ് അസുഖം? ചൊറി. പൈസയുടെ കാര്യം പറഞ്ഞുറപ്പിച്ചോ? ഉറപ്പിച്ചു. ആൾക്കെത്രയാ? 50. എന്നാൽ എൻ്റെ കാര്യം നടക്കത്തില്ല. അതെന്താ അങ്ങനെ? തപ്പിപ്പെറുക്കിയിട്ട് 20 രൂപയെ ഒപ്പിക്കാൻ പറ്റുള്ളൂ. കഷ്ടം. എന്നാ
മാറി നിന്ന് കണ്ടാ മതി. ഭാര്യ ഗൾഫിലാണെന്ന് പറഞ്ഞാലോ? നടക്കുമെന്ന് തോന്നുന്നില്ല. കൊതി കൊണ്ടാ. കൊതിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇതിനൊക്കെ പണം വേണം, പണം. എങ്ങനെ ഇരിക്കുമെന്നാ രാഘവൻ പറഞ്ഞത്? നല്ല ചുമ ഇരിക്കുമെന്നാ പറഞ്ഞത്. കൊണ്ടുവന്നാൽ എവിടെ കൊണ്ടുപോകും? നമുക്ക് ആ സ്കൂൾ ഗ്രൗണ്ടിൽ കൊണ്ടുപോകാം. ഒച്ച കേട്ട് ആരെങ്കിലും വന്നാലോ? അങ്ങനാണെങ്കിൽ നമുക്ക് സെമിത്തേരി കൊണ്ടുപോകാം. ആ ഗ്രൗണ്ടിലാകുമ്പോൾ പേടിച്ചിട്ടിട്ടാരും വരത്തുമില്ല. പേടിച്ചു പോയി. മാറുക. പേടിച്ചിട്ടായിരുന്നു. പേടി. എന്താ വരാൻ വൈകുന്നത്? അതിപ്പോ പലരും ഇങ്ങനെ കൊണ്ടുപോകുന്നതല്ലേ, അതായിരിക്കും. വന്നാൽ ആദ്യം ഞാൻ. ആദ്യം ഞാൻ. ആദ്യം ഞാൻ. 50 രൂപയ്ക്ക് 20 രൂപയും കൊണ്ട് വന്നിട്ട് 30 രൂപയ്ക്ക് കിടന്ന ആക്രാന്തം. 50 രൂപ കൊടുത്ത ഞാൻ ആദ്യം. ആരോ വരുന്നുണ്ട്. രാഘവനാണെന്നാ തോന്നുന്നേ. എവിടെ? രാഘവനായിരിക്കൂ. രാഘവോ! അത് രാഘവൻ തന്നെ. അത് രാഘവൻ തന്നെ. ഡാഡി മമ്മി വീട്ടിലില്ല, കടപ്പോട യാരുമില്ല, വിളയാട് കോമാവുള്ള വില്ലാള. മൈതാനം தேவையில்ல, அம்பயரும் தேவையில்ல, யாருக்கும் தோல்வியில்ல வில்லாளா. നിങ്ങളാരെങ്കിലും തല്ലിയോ? നല്ലതല്ലേ, ഒന്ന് തുള്ളിയതാ. അതിനാ തുള്ളിയത്? സന്തോഷം കൊണ്ടേ. സന്തോഷം കൊണ്ടല്ലേ. നിങ്ങൾ പറഞ്ഞ പോലെ നല്ല ചുമയുള്ള സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ കൊണ്ടുപോവാ? കൊണ്ടുപോവാ. പിന്നൊരു കാര്യം, പൈസ മുമ്പേറ് കൊടുക്കണം. പൈസ കൊണ്ട് റെഡിയാ. ഇതിനു മുമ്പ് പലരും കൊണ്ടുപോയിട്ട് പറ്റിച്ചിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ പറ്റിക്കത്തൊന്നുമില്ല. ആണോ? ഞങ്ങൾ പറ്റിക്കത്തില്ല. ഓക്കെ ആണല്ലോ? വല്ല ഓക്കെയാണ്. താക്കോല് കിട്ടി. ഞാൻ പോവുക. ഇങ്ങോട്ട് പറയാം. 50 രൂപ മുടക്കം ഞാൻ ആദ്യം കയറാം. നീ കയറ്, ഞാൻ തള്ളാം. നീ ഏത്? ഞാൻ തള്ളാം. കിളവന്മാരുടെ വയസ്സാങ്കാലത്ത് ഒരു പൂതി ബൈക്ക് ഓടിക്കാൻ പഠിക്കണമെന്ന്. ഉന്തോ തള്ളോ എന്ത് വേണം ചെയ്യണം. പണ്ടാരടങ്ങുമല്ലോ. ഞാൻ